തൻ്റെ യുദ്ധത്തിൻ്റെ ആദ്യ ദിവസം തന്നെ ഇങ്ങനെ ആയതിനെപ്പറ്റി ആലോചിച്ച് രാവണൻ അതിയേറെ ദുഃഖിതനായി കാണപ്പെട്ടു. ഇന്ന് രാമനാൽ അപമാനിക്കപ്പെട്ടതുപോലെ ഇതിനു മുമ്പൊരിക്കലും അദ്ദേഹത്തിനൊരു അപമാനം വന്നിട്ടില്ലായിരുന്നു. മറ്റൊരു രഥവും ആയുധങ്ങളുമായി ക്ഷീണം തീർത്ത ശേഷം മടങ്ങി വരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് രാമൻ കാണിച്ച ധീരോത്തത അദ്ദേഹത്തിൻ്റെ ഗർവിന് ഏറ്റവും വേദന ഉളവാക്കിയിരുന്നു. പുണ്ണിൽ കൊള്ളിവെക്കും പോലെയായിരുന്നു ആ വാക്കുകൾ. അല്പരസക്കാരായ രാജാവ് അപമാനത്താലും കോപത്താലും പുകഞ്ഞു. എന്നാൽ അദ്ദേഹത്തിനപ്പോൾ ഒന്നും ചെയ്യുവാൻ സാധിക്കില്ലായിരുന്നു. സിംഹത്താൽ ഒരു ആന എന്ന പോലെ, ഗരുഡനാൽ ഒരു സർപ്പം എന്ന പോലെ രാമനാൽ അദ്ദേഹം അടിച്ചമർത്തപ്പെട്ടു. പരാജയം അദ്ദേഹത്തിന് വേദനാജനകമായി തീർന്നു. രാമന്റെ മൂർച്ചയേറിയ ശരങ്ങളെപ്പറ്റി അദ്ദേഹം പിന്നെയും പിന്നെയും ചിന്തിച്ചു. അവ വളരെ വേഗത്തിലും നേരെയുമാണ് വന്നിരുന്നത്. പനി പിടിച്ചതുപോലെ രാവണൻ വിറപൂണ്ടു. അദ്ദേഹം തന്റെ കനക സിംഹാസനത്തിലിരുന്ന് തന്റെ അനുയായികളെ ഇങ്ങനെ അഭിസംബോധന ചെയ്തു: യുദ്ധഭൂമിയിൽ വെച്ച് ഇന്നൊരു വെറും മനുഷ്യനാൽ ഞാൻ എങ്ങനെ പരാജിതനാക്കപ്പെട്ടു എന്ന് നിങ്ങളെല്ലാവരും കണ്ടിരിക്കുമല്ലോ. എൻ്റെ തപസ്സും എൻ്റെ കഴിവുകളും എൻ്റെ എല്ലാം വ്യർത്ഥമാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. ഇന്ന് ഞാൻ അനുഭവിച്ച അപമാനത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ എല്ലാം വിലയില്ലാത്തതും ഗുണമില്ലാത്തതുമാണെന്ന് തോന്നുന്നു. ദേവന്മാരുടെയും മറ്റേവരുടെയും കൈയാൽ മരണം സംഭവിക്കില്ലെന്ന് എന്നോട് ഉറപ്പിച്ചു പറഞ്ഞതിന് ശേഷം ബ്രഹ്മാവ് ഇങ്ങനെ പറഞ്ഞിരുന്നു: മനുഷ്യരിൽ നിന്ന് ആപത്ത് സൂക്ഷിച്ചു കൊള്ളുക എന്ന്. അന്നതത്ര ശ്രദ്ധിച്ചില്ല. മനുഷ്യൻ പരിഗണിക്കാൻ തന്നെ വയ്യാത്ത വിധം ഒരു നിസാര ജീവിയായി അന്ന് തള്ളിക്കളയുകയാണ് ഞാൻ ചെയ്തത്. പണ്ട് നടന്ന മറ്റൊരു കാര്യത്തെപ്പറ്റി ഞാനിപ്പോൾ ഓർക്കുകയാണ്. അനാര്യൻ എന്നു പേരായി ഇക്ഷ്വാകു വംശത്തിൽ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ എന്നോട് ഇങ്ങനെ പറയുകയുണ്ടായി: അങ്ങൊരു ക്രൂര രാക്ഷസനാണ്. കുടുംബ യശസ്സിന് അങ്ങൊരു കളങ്കമാണ്. ഒന്നോർത്തുള്ളൂ, ഒരു കാലത്ത് എൻ്റെ വംശത്തിൽ ഒരാൾ ജനിക്കും. ബന്ധുക്കളോടും കൂടി അങ്ങയുടെ നാശത്തിന് അദ്ദേഹം കാരണമായി തീരുകയും ചെയ്യും. അദ്ദേഹം അന്നുദ്ദേശിച്ച ആൾ ഈ രാമനാണോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. വേറൊന്നുകൂടിയാണ്. ദേവവതി എന്നു പേരായ ഒരു സ്ത്രീയുടെ കഥയാണത്. ഞാനൊരിക്കൽ അവളെ കയ്യേറ്റം ചെയ്തു. അപ്പോൾ അവൾ എന്നെ ശപിച്ചു. ഒരുപക്ഷെ എന്നെ നശിപ്പിക്കുവാനായി ആ വേദവതി ഇപ്പോൾ സീതയായി പുനർജനിച്ചതാവാം. കൂടാതെ പല മഹാന്മാരും എന്നെ ശപിച്ചിട്ടുണ്ട്: പാർവതി, നന്ദികേശ്വരൻ, വരുണപുത്രി എന്നിവർ. അവരെയെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഞാൻ ശല്യപ്പെടുത്തിയിട്ടുണ്ട്. വിജ്ഞന്മാരുടെ വാക്കുകൾ ഒരിക്കലും വെറുതെ ആവില്ല. ഇതിപ്പോൾ ഞാൻ മനസ്സിലാക്കുമേ. അല്പനേരം രാവണൻ മിണ്ടാതിരുന്നു. നൈരാശ്യം ഉപേക്ഷിച്ച് പിന്നീട് അദ്ദേഹം ഉത്സാഹം കലർന്ന സ്വരത്തിൽ പറഞ്ഞു: അതെല്ലാം അവിടെ ഇരിക്കട്ടെ. അതും ഇതും ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. നഗരത്തിന്റെ കാവൽക്കാർ ഇരട്ടി ശ്രദ്ധിക്കട്ടെ. ഒരടിയന്തരാവസ്ഥ സംജാതമായിരിക്കുന്നു. എൻ്റെ സഹോദരൻ കുംഭകർണനെ ഉണർത്തേണ്ടിയിരിക്കുന്നുവെന്ന് തോന്നുന്നു. ബ്രഹ്മാവിന്റെ ശാപം മൂലം ഉറക്കത്തിൽപ്പെട്ടിരിക്കുകയാണല്ലോ അദ്ദേഹം. ഏതു വിധേനയും ഇപ്പോൾ അദ്ദേഹത്തെ ഉണർത്തുക തന്നെ വേണം. രാമന്റെ ബാഹുബലം നേരിട്ടറിഞ്ഞ് വിഷണ്ണനായി തീർന്ന രാവണൻ വീരത്താൽ പ്രസിദ്ധനായ കുംഭകർണനെ വിളിക്കുവാൻ തീരുമാനിച്ചു. അദ്ദേഹം കൽപ്പന കൊടുത്തു: നഗരത്തിന് ചുറ്റുമുള്ള മതിലുകളും കവാടങ്ങളും ജാഗ്രതയോടെ കാത്തു നിൽക്കുവിൻ. എൻ്റെ സഹോദരനെ ഉണർത്തുവിൻ. വെറും 9 ദിവസങ്ങൾക്ക് മുമ്പ് കുംഭകർണൻ സഭാമന്ദിരത്തിൽ തന്റെ ഒപ്പം ഇരുന്നതായിരുന്നു. പ്രഹസ്തൻ തോറ്റെടുത്ത് കുംഭകർണൻ ജയിക്കും എന്ന് രാവണൻ ഉറപ്പു തോന്നി. കോസല രാജകുമാരന്മാരെ അദ്ദേഹം കൊല്ലുമെന്നും വാനര വംശനാശം വരുത്തുമെന്നും രാവണൻ ഉറച്ചു. അദ്ദേഹം സ്വയം പറഞ്ഞു: ഇന്ദ്രനെ പോലെ വീരനാണ് രാമൻ. എനിക്ക് ഒറ്റയ്ക്ക് അദ്ദേഹത്തോടും അദ്ദേഹത്തിന്റെ സൈന്യത്തോടും നേരിടുവാൻ കഴിവില്ല. എൻ്റെ സഹോദരന്റെ സഹായവും കൂടി എനിക്ക് ഈ യുദ്ധത്തിൽ വേണം. കുംഭകർണനെ ഉണർത്തണമെന്ന ആജ്ഞ ലഭിച്ച രാക്ഷസന്മാരുടനെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് പോയി. അവർ കയ്യിൽ സുഗന്ധ വസ്തുക്കളും പുഷ്പങ്ങളും ധാരാളം ഭക്ഷ്യവസ്തുക്കളും മദ്യകലശങ്ങളുമായി അങ്ങോട്ട് ചെന്നു. അവർ ആ വലിയ പ്രധാന ദ്വാരത്തിലെത്തി. അതും കിടന്ന് അവർ കുംഭകർണൻ ഉറങ്ങുന്ന വിശാലമായ തളത്തിലെത്തി. അവർക്കവിടെ അടച്ചുറച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. കുംഭകർണന്റെ ശ്വാസോച്ഛ്വാസം അത്ര ശക്തമായിരുന്നു. വിശാലമായ ആ താളം നിർലോഭമായി സ്വർണവും വെള്ളിയും ഉപയോഗിച്ച് ആഡംബരത്തോട് അലങ്കരിച്ചിരുന്നു. ഇവയുടെ നടുവിൽ ആ രാജകുമാരൻ ഒരു ചെറിയ കുന്നുപോലെ കിടന്നിരുന്നു. അവർ അദ്ദേഹത്തെ ഉണർത്തുവാൻ ശ്രമിച്ചു. എന്നാൽ അതത്ര എളുപ്പമായ ഒരു കാര്യമല്ലായിരുന്നു. അവർ കുംഭകർണന്റെ മുമ്പിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ നിരത്തി. അദ്ദേഹം എഴുന്നേൽക്കുമ്പോൾ വിശപ്പുണ്ടാവുമെന്ന് അവർക്കറിയാമായിരുന്നു. മദ്യം നിറച്ച വലിയ പാത്രങ്ങൾ അദ്ദേഹത്തിന്റെ സമീപത്ത് വെച്ചു. പുഷ്പമാലിന്യങ്ങൾ കൊണ്ടും ചന്ദന കൂട്ടുകൊണ്ടും അവർ അദ്ദേഹത്തിന്റെ ബൃഹത്തായ ശരീരം അലങ്കരിച്ചു. അവർ മേഘഗർജനം പോലെയുള്ള ശബ്ദം പുറപ്പെടുപ്പിച്ചു. അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ടുള്ള ഗീതങ്ങൾ പാടി, ശംഖനാദം മുഴക്കി, കാഹളവും കൊമ്പും വിളിച്ചു. ഏവരും കൂടി ഉച്ചത്തിൽ ആക്രോശിച്ചു. എന്നിട്ടും അദ്ദേഹത്തെ ഉണർത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല.
ഒടുവിൽ തുടർച്ചയായി വളരെ നേരത്തെ പ്രയത്നവും ആയാസവും ചെയ്ത ശേഷം അദ്ദേഹത്തിന്റെ നിദ്രയ്ക്ക് ഭംഗം വന്നതായി അവർ കണ്ടു. ഉടൻ തന്നെ അവർ ഒത്തൊരുമിച്ച് ആരവം മുഴക്കി. അത് അദ്ദേഹത്തെ ഉണർത്തുകയും ചെയ്തു. നിദ്രയ്ക്ക് ഭംഗം വരുത്തിയതിനാൽ കോപിച്ച കുംഭകർണൻ എഴുന്നേറ്റു, കോട്ടുവായിട്ടു. അവരെ തുറച്ചു നോക്കി. അദ്ദേഹത്തിന്റെ തടുത്ത കണ്ണുകൾ ഭയപ്പെടുത്തുന്നതായിരുന്നു. അവർ ഒരക്ഷരം മിണ്ടാതെ അവിടെ ഒരുക്കി വെച്ചിരുന്ന ഭക്ഷണം ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹം വേഗം അതെല്ലാം അകത്താക്കി. അടുത്ത് കണ്ട മദ്യക്കലശങ്ങൾ വായിലേക്ക് കമഴ്ത്തി. വിശപ്പും ദാഹവും ശമിച്ചതിനാൽ അദ്ദേഹത്തിന്റെ കോപം ഏതാണ്ടൊക്കെ അടങ്ങിയതായി അവർ കണ്ടു. അവർ അടുത്തു ചെന്ന് അദ്ദേഹത്തെ അഭിവാദനം ചെയ്തു. എന്താണെന്ന നാട്യത്തിൽ അദ്ദേഹം അവരെ നോക്കി. പിന്നീട് അദ്ദേഹം ചോദിച്ചു, എന്നെ നിദ്രാരംഭത്തിൽ തന്നെ ഉണർത്തിയത് എന്തിനാണ്? ഞാൻ കൈകാര്യം ചെയ്യേണ്ടതായ വല്ല ദുരസ്ഥിതിയും വന്നു ചേർന്നിട്ടുണ്ടോ? എല്ലാവർക്കും സുഖവും സന്തോഷവും തന്നെയാണെന്ന് വിശ്വസിക്കാമോ? അക്കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്നെ നിദ്രയിലും ബലാൽ ഉണർത്തണമെങ്കിൽ നമുക്കെല്ലാവർക്കും എന്തോ ആപത്ത് വന്നിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ മുഖങ്ങൾ അത് വ്യക്തമാക്കുന്നുണ്ട്. ആപത്ത് ഇന്നതാവുമെന്ന് എനിക്ക് ഉറപ്പുള്ളതേ ഉള്ളൂ. ഞാൻ ഉടനെ പോയി ആ രാജാവിന്റെ വിഷതം തീർത്തേക്കാം. നമ്മുടെ നഗരത്തിനെ ഭയപ്പെടുത്തുവാൻ വന്നവർ ഇന്ദ്രനോ അഗ്നിയോ എന്നെനിക്ക് നോട്ടമില്ല. ആരായാലും ഞാൻ അവരെ എളുപ്പത്തിൽ വഴിപ്പെടുത്തിയേക്കാം. ആശയറ്റ നിലയ്ക്കാവണം ജ്യേഷ്ഠൻ എന്നെ ഉണർത്താൻ ആവശ്യപ്പെട്ടത്. ഇനി എന്തിനാണ് എന്നെ ഉണർത്തിയത് എന്ന സത്യം തുറന്നു പറഞ്ഞോളൂ. രാജാവിന്റെ മന്ത്രിമാരിൽ ഒരാളായ യുബാക്ഷൻ പറഞ്ഞു, പ്രഭു, സ്വർഗത്തിൽ നിന്ന് നമുക്കൊരാപത്തും ഇപ്പോഴില്ല. കഷ്ടപ്പാടുകൾക്ക് കാരണം ഒരു വെറും മനുഷ്യനാണ്. ഈ ഒരാൾ മൂലം രാക്ഷസന്മാർക്ക് വന്നു ചേർന്നിട്ടുള്ള ഇത്തരമൊരു ആപത്ത് മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ല. ഇന്നേ വരെ ഒരു അസുരനോ ദേവനോ നമുക്കൊരു ദുഃഖവും ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ ലങ്കാ നഗരിയാകെ കുരങ്ങന്മാർ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഓരോരുത്തരും ഒരു വലിയ പർവ്വതത്തോളം ഉണ്ടതാനും. തൻ്റെ പത്നിയെ നമ്മുടെ രാജാവ് കട്ടുകൊണ്ടുപോകുന്നു. ആ ഒരു കാരണത്താൽ കടും കോപം നിറഞ്ഞ രാമൻ നമ്മുടെ ഇടയിൽ ആപത്ത് വിതയ്ക്കുകയായി. കുറച്ചു കാലം മുമ്പ് ഒരു കുരങ്ങൻ ഇവിടെ വന്നിരുന്നു. അയാളെന്ന് നമ്മുടെ രാജകുമാരനായ അക്ഷനെ കൊന്ന് അന്ന് അയാൾ നമ്മുടെ സുന്ദര നഗരം അഗ്നിക്കിരയാക്കുകയും ചെയ്തു. ഈ മുഖവുരയോടെ തങ്ങളുടെ എത്രയും യോദ്ധാക്കളുടെ മരണത്തിനിടയാക്കിയ യുദ്ധത്തെ അവർ വിവരിച്ചു. പ്രഹസ്തന്റെ മരണത്തെപ്പറ്റിയും രാമനും രാവണനും തമ്മിൽ നടന്ന യുദ്ധത്തെപ്പറ്റിയും അവർ വിസ്തരിച്ചു. രാവണനെ എപ്പോഴും ആ അപമാനം കുത്തി തുളച്ചുകൊണ്ടിരിക്കുന്ന കഥയും അവർ അറിയിച്ചു. അവർ പറഞ്ഞ് അവസാനിപ്പിച്ചു, നമ്മുടെ രാജാവിന് മുമ്പൊരിക്കലും ഇത് സംഭവിച്ചിട്ടില്ല. ഇത്രയും വർഷങ്ങളായി ഇതേവരെ ഒരു ദേവനോ ദാനവനോ അദ്ദേഹത്തോട് ഇങ്ങനെ പെരുമാറിയിട്ടില്ല. നമ്മുടെ രാജാവിനെ യുദ്ധം ചെയ്യുവാൻ തീരെ വയ്യാതാക്കിയതിനു ശേഷം രാമൻ അദ്ദേഹത്തെ നഗരത്തിലേക്ക് ജീവനോടെ മടങ്ങിപ്പോകുവാൻ അനുവദിച്ചു. വില്ലും രഥവും എല്ലാം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. ആ അപമാനം സഹിച്ചുകൊണ്ടിരിക്കുവാൻ നമ്മുടെ രാജാവിന് കഴിയുന്നില്ല. അങ്ങനെ അവിടുത്തെ സഹായത്തിന് വിളിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹത്തോട് യുദ്ധത്തിന് വന്ന ആ മനുഷ്യജീവികളെ ശിക്ഷിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു. ആ കോസല സഹോദരന്മാരെ. കുംഭകർണൻ യുബാക്ഷന്റെ വാക്കുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഈ നിമിഷം തന്നെ ഞാൻ പോകുന്നുണ്ട്. രാമനെയും ലക്ഷ്മണനെയും വാനര സൈന്യത്തെയും ഞാൻ കൊല്ലും. അതിനുശേഷം ഞാൻ പോയി എൻ്റെ ജ്യേഷ്ഠനെ കാണും. ഈ മനുഷ്യരുടെ രക്തത്തിൽ ഞാൻ ദാഹിക്കുകയാണ്. എനിക്കാവുന്ന വേഗത്തിൽ അവരെ കൊന്ന ജ്യേഷ്ഠനെ കാണുവാൻ ഞാൻ വെമ്പൽ കൊള്ളുകയാണ്. രാക്ഷസ സൈന്യത്തിലെ വീരയോദ്ധാക്കളിൽ ഒരുവൻ മഹാധോരൻ ഇടപെട്ട് ഇങ്ങനെ പറഞ്ഞു, ധൈര്യപൂർവ്വം പറയുവാൻ എനിക്ക് അനുവാദമുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ. അവിടുന്ന് ആദ്യം രാജാവിനെ ചെന്ന് കാണുന്നതായിരിക്കും ഉചിതം. ശത്രുവിന്റെ ബലാബലത്തെപ്പറ്റി അദ്ദേഹവുമായി ചർച്ച ചെയ്ത് പഠിച്ചതിന് ശേഷം യുദ്ധരംഗത്തേക്ക് പോകുന്നതാണ് നല്ലത്. രാജാവാകട്ടെ അവിടുത്തെ കാണുവാൻ ഉത്സുകനായിരിക്കുകയാണ്. ദയവായി അവിടുന്ന് നേരെ പോയി അദ്ദേഹത്തെ കണ്ടാലും. തന്നോട് പ്രതിവാത്സല്യമുള്ള ആരെങ്കിലും ഇപ്പോൾ തൻ്റെ അടുത്തുണ്ടാവുവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. ദയവായി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വേഗം പോവുക. അദ്ദേഹത്തിന് ഇപ്പോൾ അവിടുത്തെ സാന്നിധ്യം ആവശ്യമുണ്ട്. ജ്യേഷ്ഠനോട് അളവറ്റ സ്നേഹമുണ്ടായിരുന്ന കുംഭകർണൻ തനിക്ക് സമ്മതം തന്നെയാണെന്ന് തല കുലുക്കി. യുബാക്ഷനും മഹോദരനും രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങി. അവർ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, അവിടുത്തെ അനുജനെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ കാണുവാൻ അവിടുന്ന് അങ്ങോട്ട് പോകുന്നുവോ, അതോ ഞങ്ങൾ അദ്ദേഹത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണമോ? കുംഭകർണൻ ഉണർത്തപ്പെട്ടു എന്നറിഞ്ഞ് രാവണന് വളരെ സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അനുജനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരൂ. അവർ വീരനായ കുംഭകർണനെ അടുത്ത് ചെന്ന് പറഞ്ഞു, രാജാവ് ഇപ്പോൾ തന്നെ അവിടുത്തെ കാണുവാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തെ ചെന്ന് കണ്ട് അദ്ദേഹത്തോട് സംസാരിച്ച് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചാലും. കുംഭകർണൻ തൻ്റെ മെത്തയിൽ നിന്ന് എഴുന്നേറ്റു. വിശേഷമായ വെള്ളപ്പട്ടുകളുടുത്ത് കാതുകളിൽ സുവർണ കുണ്ടലങ്ങൾ തൂക്കി മാറിൽ നിറയുമാറ് കണ്ടാഭരണങ്ങൾ ധരിച്ച് ശ്രേഷ്ഠമായ കാൽവെപ്പുകളോടെ അദ്ദേഹം ജ്യേഷ്ഠന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. യുഗാവസാനത്തിൽ യമൻ എന്ന പോലെ അദ്ദേഹം ശോഭിച്ചു. അദ്ദേഹത്തിന്റെ സദൃഢമായ കാൽവെപ്പിൻ കീഴിൽ ഭൂമി കുലുങ്ങി.
ഇന്ദ്രൻ ബ്രഹ്മാവിനെ കാണുവാൻ പോകും പോലെ അദ്ദേഹം രാവണനെ കൊട്ടാരത്തിലേക്ക് ചെന്ന് കാണുവാൻ പോയി. നഗരവീഥികളിലൂടെ അദ്ദേഹം നടക്കുമ്പോൾ മതിലുകൾ കയറി ഇരുന്നിരുന്ന കുരങ്ങന്മാർ അദ്ദേഹത്തെ കണ്ട് കൊടുംഭീതിയിൽ ഓടിപ്പോയി. മധ്യാഹ്ന സൂര്യനെ പോലെ അദ്ദേഹം പ്രകാശിച്ചിരുന്നു. ആ പ്രകാശം അഭൗമമായിരുന്നു. നഗ്ന നേത്രത്തോടെ അദ്ദേഹത്തെ നോക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. തൻ്റെ ജ്യേഷ്ഠന്റെ മുഖത്തിന് സ്വതം സിദ്ധമായ ആ അഹങ്കാരഭാവം നഷ്ടപ്പെട്ടതായി ഒറ്റ നോട്ടത്തിൽ തന്നെ കുംഭകർണൻ കണ്ടു. രാജാവിന്റെ പുരികക്കൊടികളിൽ ദുഃഖത്തിന്റെ അടയാളം കടന്നുകൂടിയതായും അദ്ദേഹത്തിന് ഇപ്പോൾ മനസ്സിലായി. രാവണൻ സ്വസ്ഥ സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ് അനുജന്റെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹത്തിന്റെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ച് ആക്രാണിച്ചു. തൻ്റെ അടുത്തിട്ടിരുന്ന ആസനത്തിലിരിക്കുവാൻ പറഞ്ഞു. കുംഭകർണനാവട്ടെ ആദരപൂർവ്വം ജ്യേഷ്ഠന്റെ മുമ്പിൽ വീണ് നമസ്കരിച്ച് രാവണൻ അനുജനെ പിടിച്ചെഴുന്നേൽപ്പിച്ച ശേഷം സ്നേഹപൂർവ്വം ആലിംഗനം ചെയ്തു. കുംഭകർണൻ സ്വസ്ഥാനത്തിരുന്ന് ജ്യേഷ്ഠനോട് ഇങ്ങനെ ചോദിച്ചു: ഇത്ര ധൃതി പിടിച്ച് എന്നോട് അങ്ങയുടെ അടുത്തേക്ക് വരുവാൻ ആവശ്യപ്പെട്ടത് എന്തിനാണ്? ഒരു സുഷ്പത്തിയിൽ നിന്നാണ് ഞാൻ ഉണർത്തപ്പെട്ടതും. ഇത് സാധാരണ പതിവില്ലാത്തതാണല്ലോ. അതുകൊണ്ട് എന്നെ അങ്ങേക്ക് ആവശ്യമായിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. എന്നോട് പറയൂ, ഏതു പാപിയാണ് അങ്ങയെ ദ്രോഹിക്കുന്നത്? എൻ്റെ കൈകളാൽ ആരാണ് മരണം ഇച്ഛിക്കുന്നത്? ആപത്ത് വന്നിരിക്കുന്നത് ഇന്ദ്രനിൽ നിന്നാണോ? അതോ നമ്മുടെ പ്രപിതാമഹൻ തന്നെയായ ബ്രഹ്മാവിൽ നിന്ന് തന്നെയോ? ആരാണെങ്കിലും ആരുമില്ല. ഈ 3 ലോകങ്ങളിലും എന്നെ നേരിടുവാൻ ആരുമില്ല. എന്നിൽ നിന്നോ എൻ്റെ രാജാവിൽ നിന്നോ രക്ഷപ്പെടുവാൻ ആകുമില്ല. ആരാണ് ശത്രു എന്ന് എന്നോട് പറയും. യുദ്ധഭൂമിയിലുണ്ടായ അനുഭവങ്ങൾ രാവണൻ അപ്പോഴും കുത്തിത്തുളയ്ക്കുന്ന വേദന അനുഭവിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു: എൻ്റെ ധീരനായ സഹോദര, അങ്ങ് ഉറങ്ങിക്കിടന്ന സമയത്ത് പല സംഭവങ്ങളും നടന്നു. അങ്ങ് അന്തം വിട്ട് ഉറങ്ങുകയായിരുന്നതിനാൽ രാമൻ മൂലം വന്നു ചേർന്നിരുന്ന അത്യാപത്തിനെ പറ്റി അങ്ങൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. ദശരഥന്റെ പുത്രനായ രാമൻ സുഗ്രീവന്റെ നേതൃത്വത്തിലുള്ള ഒരു സൈന്യത്തെ ശേഖരിച്ചിട്ടുണ്ട്. ഒരു വാനര സൈന്യമാണത്. കരടുകളും കൂട്ടത്തിലുണ്ട്. രാമന് ആ സൈന്യത്തോടുകൂടി ഈ മഹാസമുദ്രം കടക്കുവാനും കഴിഞ്ഞു. ഒരു ഉഗ്രനിശ്ചയത്തോടെ അവർ രാക്ഷസകുലത്തെ ഉന്മൂലനാശം ചെയ്യുവാൻ മുതിർന്നിരിക്കുകയാണ്. ചുറ്റുമൊന്ന് ആ കണ്ണോടിച്ചാൽ കാണാം. നമ്മുടെ ഉദ്യാനങ്ങളും വനങ്ങളും അവർ വരുത്തിവെച്ച നാശം കാണാം. കുരങ്ങന്മാർ കാലുകുത്തിയ ഇടമെല്ലാം അവർ മരുഭൂമിയിൽ പോലെ ആക്കി തീർത്തു. മാത്രമല്ല, എൻ്റെ പല ധീരയോദ്ധാക്കളും കൊല്ലപ്പെട്ടിരിക്കുന്നു. ലങ്കയിൽ ഇപ്പോൾ വൃദ്ധരും ശിശുക്കളും മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനൊരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. ഈ കുരങ്ങന്മാരെ ഞാനെങ്ങനെ നശിപ്പിക്കേണ്ടു എന്ന് എനിക്ക് വിചാരമായിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഒരു മഹാവിപത്താണ് വന്നു ചേർന്നിരിക്കുന്നത്. വാനര സൈന്യത്തെ ഇതുവരെ ഒരാൾക്കും ഒരിക്കൽ പോലും തോൽപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങൊരാൾക്ക് ആ സൈന്യത്തെ ഒട്ടാകെ നശിപ്പിക്കുവാനുള്ള കെൽപ്പുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങയെ ഉണർത്തണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത് അതുകൊണ്ടാണ്. എൻ്റെ നഗരം ശത്രുക്കൾ 4 പാടും വളഞ്ഞിരിക്കുകയാണ്. എൻ്റെ സഖാക്കൾ എല്ലാവരും മരിച്ചിരിക്കുന്നു. എൻ്റെ ഖജനാവ് ശൂന്യമായിരിക്കുന്നു. നമ്മുടെ നഗരത്തെ രക്ഷിക്കൂ. നിശേഷര രാഷ്ട്രത്തിൽ നിന്നും എന്നെയും രക്ഷിക്കൂ. സ്വത്തവേ അസാധ്യമായ ഈ കാര്യം എനിക്ക് വേണ്ടി ഏറ്റെടുക്കൂ. എൻ്റെ പ്രിയപ്പെട്ട അനുജ, മുമ്പൊരിക്കലും ഞാൻ അങ്ങയോട് ഇത്തരത്തിലുമൊരു ഔദാര്യം ആവശ്യപ്പെട്ടിട്ടില്ല. ഇന്നാദ്യമായി ഈ ജ്യേഷ്ഠൻ ആവശ്യപ്പെടുന്നത് സാധിച്ചു തരൂ. എനിക്ക് അങ്ങയോട് അതിയായ സ്നേഹവാത്സല്യങ്ങളുണ്ട്. അങ്ങയെയും അങ്ങയുടെ വീര്യത്തെയും ഞാൻ അത്യധികം ബഹുമാനിക്കുന്നു. ദേവന്മാരുമായിട്ടുണ്ടായ പല യുദ്ധങ്ങളിലും വെച്ച് അങ്ങയുടെ വീര്യം ഞാൻ പല ഘട്ടങ്ങളിലും കണ്ടിട്ടുണ്ട്. 3 ലോകങ്ങളിലും അങ്ങയെപ്പോലൊരാൾ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു, വളരെയേറെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. അതെനിക്കറിയാം. അതുകൊണ്ടിപ്പോൾ എനിക്ക് അത്യാവശ്യമായ ഈ സമയത്ത് എന്നെ സഹായിക്കൂ. ആകാശത്തടിഞ്ഞുകൂടിയ കാർമേഘത്തെ ഒരു കനത്ത കാറ്റ് ഛിന്ന ഭിന്നമാക്കും പോലെ രാമന്റെ സൈന്യത്തെ തവിടുപൊടിയാക്കൂ. വിജയിയായി എൻ്റെ അടുത്തേക്ക് മടങ്ങി വരൂ. രാവണന്റെ വാക്കുകൾ കേട്ട് കുംഭകർണൻ ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു: 10 ദിവസം മുമ്പ് നമ്മൾ സഭ കൂടിയപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങയ്ക്ക് മുന്നറിയിപ്പ് ഇതുതന്നെ തന്നതാണ്. അന്ന് പറയപ്പെട്ട വിജ്ഞാന വാക്കുകളൊന്നും അങ്ങ് ചെവികൊണ്ടില്ല. ഇപ്പോൾ ഇതാ അങ്ങ് ഘോരമായ പ്രശ്നത്തിൽ പെടുകയും ചെയ്തിരിക്കുന്നു. കഠിനപാപം ചെയ്തവനാണ് അതിൻ്റെതായ പ്രത്യേക നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയില്ല. അങ്ങയുടെ ദുഷ്കൃത്യങ്ങൾക്കുള്ള പ്രതിഫലം വളരെ വേഗം തന്നെ കരഗതമായിരിക്കുന്നു. അങ്ങയുടെ വീര്യത്തെപ്പറ്റി അങ്ങയ്ക്ക് അഹങ്കാരമുണ്ടായിരുന്നപ്പോൾ ഗറു അങ്ങയെ അന്ധനാക്കിയപ്പോൾ ഇത്തരമൊരു പ്രശ്നത്തെപ്പറ്റി അങ്ങ് ചിന്തിക്കേണ്ടയുണ്ടായില്ലേ? അങ്ങയുടെ പ്രവൃത്തികളുടെ അനന്തരഫലത്തെപ്പറ്റി അങ്ങ് ആലോചിക്കുകയുണ്ടായില്ല. ഒരുവൻ അയാളുടെ ധനത്താലും കീർത്തിയാലും അന്ധനായപ്പോൾ വേണ്ട പ്രവൃത്തി വേണ്ട പോലെ ചെയ്യാതിരുന്നാൽ, ഒടുവിൽ ചെയ്യേണ്ടത് ആദ്യം ചെയ്താൽ, തൽക്ഷണം ചെയ്യേണ്ടത് പിന്നോട്ട് നീക്കിയാൽ അയാൾക്ക് ശരിയായ മാർഗവും തെറ്റായ മാർഗവും തമ്മിൽ തിരിച്ചറിയില്ല എന്ന് വന്നു ചേരുന്നു. സ്ഥലകാലങ്ങൾ നോക്കാതെ ചെയ്യുന്ന കർമ്മങ്ങൾ അവ പ്രകൃതിക്ക് വിരോധമാണെങ്കിൽ പാപകർമ്മങ്ങളായി തീരും. വിശ്വാസമില്ലാത്ത മനുഷ്യർ യുഗകർമ്മങ്ങളിൽ ചെയ്യും പോലെ ആയിത്തീരും. അത് ബുദ്ധിമാന്മാരായ മന്ത്രിമാരുടെ ഉപദേശം സ്വീകരിക്കാത്ത രാജാവ്, വ്യത്യസ്തങ്ങളായ ഭരണനിയമങ്ങൾ, രാജനീതി ഇവ സ്വീകരിക്കുന്ന പക്ഷം എന്നും നേരായ മാർഗമാണ് പിന്തുടരാതിരിക്കുക.
ശാസ്ത്ര നിയമങ്ങൾ പിന്തുടരുന്ന രാജാവ് ഉപദേശകന്മാരുടെ ശുഭാകാംക്ഷികളായി തീരും. എന്നാൽ ഞാൻ അനുക്രമം പഠിച്ചു എന്ന വിദ്യകൾ മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിന് കഴിവില്ലെങ്കിൽ അതിനർത്ഥം പഠിച്ചത് പ്രയോഗത്തിലാക്കുവാൻ അദ്ദേഹം വേണ്ടവിധം പ്രയത്നിച്ചില്ല എന്നാണ്. സാവധാന ഭേദദണ്ഡങ്ങൾ യഥാസമയം ഉപയോഗിക്കുക തന്നെ വേണം. തെറ്റും ശരിയും എപ്പോഴും ഉപദേശകരവുമായി ചർച്ച ചെയ്ത് മനസ്സിലാക്കണം. അതിനുശേഷം തന്റെ കർത്തവ്യത്തെപ്പറ്റി രാജാവ് ഒരു തീരുമാനത്തിലെത്തണം. അപ്രകാരത്തിലുള്ള ബുദ്ധിമാനായ ഒരു രാജാവ് ഒരു കാലത്തും ആപത്ത് വന്നു ചേരില്ല. ചെല്ലാവുന്നതേ ചെയ്യാവൂ. ഉപദേഷ്ടകന്മാർ ബുദ്ധിമാന്മാരും സജ്ജനങ്ങളുമായിരിക്കുവാൻ രാജാവ് എപ്പോഴും ശ്രദ്ധിക്കണം. തെറ്റായത് ശരിയാണെന്ന് കരുതുന്നവരും അപ്രകാരം ഉപദേശം നൽകുന്നവനുമായ ഒരു ഉപദേശനെ ദുരിതം പരിവർത്തിക്കണം. അങ്ങനെയുള്ളവൻ ചതിയന് തുല്യനാണ്. തൻ്റെ പ്രവൃത്തികളുടെ അനന്തരഫലം ആലോചിക്കാതെ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവൻ പിന്നീട് തീർച്ചയായും ദുഃഖിക്കേണ്ടി വരും. ശത്രു ആരെന്നറിഞ്ഞിട്ടും ആത്മരക്ഷയ്ക്ക് ഒരു ഉപായവും നോക്കാത്തവൻ ആപത്തിൽ ചെന്ന് ചാടും. അദ്ദേഹം രാജ്യധാരത്തിൽ നിന്നും ഭ്രഷ്ടനായി തീരുകയും ചെയ്യും. ഒരിക്കൽ അങ്ങയുടെ അനുജൻ ബുദ്ധിപൂർവ്വം അങ്ങയെ ഉപദേശിക്കുകയുണ്ടായി. അയാളുടെ ഉപദേശം അന്നങ്ങ് കൈക്കൊള്ളുന്നില്ല. ആ ഉപദേശം എപ്പോഴെങ്കിലും അങ്ങ് സ്വീകരിച്ചാൽ നന്നായിരിക്കും. അങ്ങനെ ചെയ്താൽ അങ്ങയ്ക്കും അങ്ങയുടെ സ്വന്തക്കാർക്കും അത് നന്നായി ഭവിക്കും. ദയവായി എൻ്റെ ഈ വാക്കുകളെപ്പറ്റി നല്ലവണ്ണം ചിന്തിക്കൂ. അങ്ങയുടെ യുക്തമെന്ന് തോന്നുന്ന വിധം പ്രവർത്തിക്കൂ. അത് ചെയ്യും. അനുജന്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കെ രാവണന്റെ കോപവും വർദ്ധിച്ചുകൊണ്ട് വന്നു. അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ വിറച്ചു തുടങ്ങി. ഞെറ്റി ചുളിഞ്ഞു. അദ്ദേഹം പല്ലുകൾ എറുമിക്കൊണ്ട് പറഞ്ഞു, പ്രായം കൂടിയ സഹോദരൻ, പിതാവിനെ പോലെയോ ഗുരുവിനെ പോലെയോ ബഹുമാനിക്കപ്പെടണം. നീ എന്നെ ഉപദേശിക്കാൻ മുതിരുന്നു. അനാവശ്യമായ അതുമുതലും പുലമ്പണ്ട. ഇപ്പോൾ കരണീയമായതെന്തെന്ന് ചിന്തിക്കൂ. അതുപ്രകാരം പ്രവർത്തിക്കൂ. കാമപരിഭാഷത്താലോ ബുദ്ധിമന്ദീഭാവത്താലോ ശൗര്യങ്ങൾ വീളിങ്ങിൽ നിന്നോ സംജാതമായ അഹങ്കാരത്താലോ ഒരുപക്ഷെ ചെയ്തതെല്ലാം സംഭവിച്ചിട്ടുണ്ടാകാം. ഈ നിമിഷം എന്തു ചെയ്യണമെന്ന് എന്നോട് പറയുക. സംഭവിച്ചത് സംഭവിച്ചു. ബുദ്ധിയുള്ളവർ കീഴ്ഞ്ഞാര്യം നിരൂപിച്ച് കണ്ണീർ പൊഴിക്കുകയില്ല. എന്നെങ്കിലും നീ നിന്റെ ഹൃദയത്തിൽ ഞാൻ നിനക്ക് പ്രിയങ്കരനാണെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ സ്വന്തം വീരത്തെക്കുറിച്ച് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഈ കർത്തവ്യം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് നിന്റെ മനസാക്ഷി നിന്നോട് തോന്നുന്നുവെങ്കിൽ, എൻ്റെ ദുഷ്കൃത്യങ്ങൾ മൂലം വന്നു ചേർന്നിരിക്കുന്ന ആപത്തിനെ ഇപ്പോൾ തുടച്ചു നീക്കിയാലും എൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ എടുത്തുചാട്ടങ്ങളുടെ പരിണത ഫലമായ ഈ തെറ്റ് നീ തന്നെ തീർക്കുക. എല്ലാ യത്നങ്ങളിലും നിഷ്ഫലമായി തീർന്നതിനാൽ നിസ്സഹായനായി തീർന്ന ഒരു മനുഷ്യനെ സഹായിക്കുന്നവർ ഒരു യഥാർത്ഥ സമാധാനയനാവുന്നു. ഒരു പാപിയിലും സഹായിക്കുന്നവർ ശ്രേഷ്ഠൻ തന്നെ. അവനാണ് യഥാർത്ഥ തന്തു. ജ്യേഷ്ഠന് കോപം വന്നിരിക്കുന്നുവെന്നും അതേസമയം അദ്ദേഹം അത്യന്തം ദുഃഖിതനാണെന്നും കുംഭകർണൻ കണ്ടു. അദ്ദേഹത്തിന്റെ ഹൃദയം അലിങ്ങി. മൃദുവും മധുരവുമായ വാക്കുകളിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, പ്രിയപ്പെട്ട ജ്യേഷ്ഠ, പ്രഭു, എൻ്റെ രാജാവേ, മതി ദുഃഖിച്ചതു. കോപം ഉപേക്ഷിച്ചാലേ മനസ്സ് സ്വസ്ഥമാക്കൂ. ഞാൻ ജീവിച്ചിരിക്കെ ഈ നിരാശ അങ്ങയ്ക്ക് ആവശ്യമില്ല. ഇതങ്ങയ്ക്ക് യോജിച്ചതല്ല. അങ്ങയുടെ വേദനയ്ക്കും ദുഃഖത്തിനും കാരണമായവനെ ഞാനിതാ കൊല്ലുകയായി. അങ്ങയോടുള്ള നന്മയ്ക്കാണ് ഞാൻ പറഞ്ഞത്. ആ അവകാശം ഇനിയും ഞാൻ ഉപയോഗിക്കുമെന്ന് ഞാൻ പറയുന്നു. ഈ ഉപദേശം നൽകുമെന്നും ഞാൻ വിചാരിച്ചു. അങ്ങയ്ക്ക് നന്മ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ആ വിധം സംസാരിച്ചത്. ഞാൻ ഉടൻ പോയി യുദ്ധം ചെയ്യാമെന്ന് അങ്ങയുടെ ആഗ്രഹമെങ്കിൽ ഞാൻ തീർച്ചയായും അത് ചെയ്യാം. പ്രിയപ്പെട്ട ബന്ധുജനത്തെ പ്രതിപ്പെടുത്തുന്നവരെല്ലാം ഒരു ശുഭാകാംക്ഷി ചെയ്യേണ്ടതാണ്. അങ്ങയുടെ ശത്രുവെ ഞാൻ നശിപ്പിക്കാം. രാമനും ലക്ഷ്മണനും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായി താമസിയാതെ അങ്ങയ്ക്ക് കാണുമാറാകും. ഞാൻ അയാളുടെ തലയെറിഞ്ഞ് അങ്ങയുടെ കാൽക്കൽ കൊണ്ട് തന്നെ വയ്ക്കാം. സുഗ്രീവിനെയും ഞാൻ വധിക്കും. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം രാമൻ അങ്ങയുടെ സമീപത്ത് എത്തുവാൻ പോലും സാധിക്കുകയില്ല. എന്നെ സംബന്ധിച്ച് എനിക്കൊരു ദുഃഖവുമില്ല. യുദ്ധഭൂമിയിൽ എനിക്കെന്നെ വേഗം അയക്കുക. കയ്യിൽ പെരും ശൂലവുമായി യുദ്ധഭൂമിയിൽ പ്രവേശിക്കുമ്പോൾ എൻ്റെ ഗർജനം കേട്ട് സ്വർഗത്തിലിരിക്കുന്ന ഇന്ദ്രൻ തന്നെ വിറയ്ക്കും. ആരും എൻ്റെ അടുത്ത് വരുവാൻ ധൈര്യപ്പെടുകയില്ല. എനിക്ക് ആയുധങ്ങളൊന്നും തന്നെ വേണ്ട. എൻ്റെ വെറും കൈകൾ കൊണ്ട് ഞാൻ ശത്രുവിനെ നശിപ്പിക്കും. എൻ്റെ മുഷ്ടിബലം തടുത്തു നിൽക്കുവാൻ രാമന് സാധിക്കുന്നുണ്ട് എന്ന് കാണുകയാണെങ്കിൽ അപ്പോൾ ഞാൻ ആ സഹോദരന്മാരുടെ നേർക്ക് ശരങ്ങൾ ഉപയോഗിച്ചു. വളരെ കാലമായിട്ട് എൻ്റെ ശരങ്ങളെല്ലാം ഉപയോഗമില്ലാതെ കിടക്കുകയാണല്ലോ. ഞാനിപ്പോൾ തന്നെ പോയി അങ്ങയ്ക്ക് കീർത്തി നേടിക്കൊണ്ടുവരാം. സൂര്യൻ ഇരുട്ടിനെ ഇല്ലാതാക്കും പോലെ അങ്ങ് പറഞ്ഞ ആപത്ത് നീക്കി തന്നേക്കാം. ദുഃഖമെല്ലാം ഒന്ന് ഉപേക്ഷിക്കുക. അങ്ങ് മദ്യപാത്രവുമായി സ്ത്രീകളോടൊത്ത് രമിച്ചോളൂ. ഞാൻ യുദ്ധഭൂമിയിലേക്ക് പോയി അങ്ങയുടെ ശത്രുക്കളെ നശിപ്പിച്ചു കൊള്ളാം. രാമൻ മരിക്കുന്നതോടെ അജിചേരേണ സീത അങ്ങയുടേതായി തീരും. ആത്മവിശ്വാസവും പ്രോത്സാഹനവും ഇടകലർന്ന കുംഭകർണന്റെ വാക്കുകൾ രാവണനെ ഏറെ സന്തുഷ്ടനാക്കി. അദ്ദേഹം പറഞ്ഞു, കയ്യിൽ ശൂലവുമേന്തി അങ്ങ് യുദ്ധഭൂമി പ്രവേശിക്കും. അപ്പോൾ യമൻ തന്നെ തങ്ങളുടെ യുദ്ധത്തിൽ വന്നിരിക്കുന്നതായി ആ ശത്രു സൈന്യം വിചാരിക്കും. അവരെയെല്ലാം അജിചേർണ നശിപ്പിച്ച് എൻ്റെ അടുത്തേക്ക് മടങ്ങി വരിക. അങ്ങയുടെ ഗർജനം കേട്ട് അവരുടെ ഹൃദയങ്ങൾ നടുങ്ങുമാറാകട്ടെ. യുദ്ധം ജയിച്ചു എന്ന് തന്നെ രാവണൻ ഉറച്ചു.
രാമന്റെ അവസാനം അടുത്തുനിന്നും വലിയ ഉത്സാഹത്തോടെ കുംഭകർണൻ യുദ്ധഭൂമിയിലേക്ക് പുറപ്പെട്ടു. ഇന്ദ്രന്റെ വജ്രായുധം പോലെ തന്നെയായിരുന്നുള്ള ശൂലം അദ്ദേഹം കയ്യിലെടുത്തു. അത് ഭഗവാൻ മഹാദേവന്റെ മഹത്തായ പിനാകം പോലെയുമായിരുന്നു. പുറപ്പെടുന്ന നേരത്ത് അദ്ദേഹം രാവണന്റെ നേരെ തിരിഞ്ഞ് ഇങ്ങനെ പറഞ്ഞു: എന്റെ ഒപ്പം ഒരു സൈന്യം വരേണ്ട ആവശ്യമില്ല, ഞാൻ തനിയെ പോയി വേണ്ടതെല്ലാം ചെയ്തു കൊള്ളാം. ഇത് കേട്ട രാജാവ് അനുജനോട് വാത്സല്യപൂർവ്വം പറഞ്ഞു: ഒരു സൈന്യം കൂടെ ഉണ്ടായിരിക്കുന്നതിനാൽ കൂടുതൽ നല്ലതാണ്. ആ ഭീകരമായ കുരങ്ങന്മാരുടെ ദുഷ്ടത അങ്ങയ്ക്ക് അറിയില്ല. ഒരു നിമിഷ നേരത്തെ അശ്രദ്ധ മതി അവ മൂർച്ചയേറിയ പല്ലുകളെ കൊണ്ട് അങ്ങയുടെ ദേഹത്തിൽ കടിച്ചു മുറിവേൽപ്പിക്കാൻ. നഖങ്ങൾ ഉപയോഗിച്ചും അവ ആക്രമിക്കപ്പെടും. വൃക്ഷങ്ങൾ, വലിയ പാറകൾ ഇവയാണ് അവരുടെ ആയുധങ്ങൾ. അവരോട് യുദ്ധം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ വർത്തിക്കണമെന്ന് ഞാൻ പ്രത്യേകം ഏൽപ്പിക്കുകയാണ്. രാവണൻ എഴുന്നേറ്റു. കല്ലുവെച്ച പതാക്കത്തോടു കൂടിയുള്ള ഭംഗിയുള്ള ഒരു കണ്ടമാല കയ്യിലെടുത്ത് അദ്ദേഹം കുംഭകർണന്റെ കഴുത്തിലിട്ടു. മാറിൽ മറ്റു പല ആഭരണങ്ങളും സ്വയം അണിയിച്ച കൈകളിലും വിരകളിലും വളകളും മോതിരങ്ങളും ഇട്ടുകൊടുത്തു. ചന്ദ്രനെ പോലെ തിളങ്ങിയിരുന്ന ഒരു മുത്തുമാലയും ധരിപ്പിച്ചു. അഭേദ്യമായ ഒരു പടച്ചട്ടിയും അദ്ദേഹത്തെ അണിയിച്ചു. ആ ശ്രേഷ്ഠനായ രാക്ഷസൻ ഹിമവാനെ പോലെ ശോഭിച്ചു. രാവണൻ സഹോദരനെയും പിന്നെയും ആലിംഗനം ചെയ്തു. മഹാനായ കുംഭകർണൻ പടക്കളത്തിലേക്ക് പുറപ്പെടും മുമ്പ് ജ്യേഷ്ഠന്റെ മുമ്പിൽ ദണ്ഡനമസ്കാരം ചെയ്തു. രാവണൻ പടിവരെ അദ്ദേഹത്തെ അനുഗമിച്ചു. അനുഗ്രഹ ശിസ്സുകൾ നേർന്നു അദ്ദേഹത്തെ യാത്രയാക്കുകയും ചെയ്തു. തുടരും.